യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു മിശിഹ അതികഠിനമായ പീഡകൾ അനുഭവിച്ച് കുരിശിൽ മരിച്ചതിൻ്റെ അനുസ്മരണമായ പീഡാനുഭവ വെള്ളി നമ്മളിന്ന് ആചരിക്കുകയാണ്. തലേ ദിവസം അന്ത്യത്താഴത്തിന് ശേഷം ഗത്സമനയിൽ ഈശോ പിതാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കി തരണമേ എന്ന്. പിതാവ് മൗനം പാലിക്കുകയാണ് ചെയ്തത്. പരസ്യജീവിത കാലത്ത് 3 തവണ ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവ് ഈശോയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയതാണ്. പക്ഷേ ഇന്ന് മൗനമാണ്. പീഡാനുഭവ കുരിശ് മരണത്തിൻ്റെ ക്ലൈമാക്സിൽ വീണ്ടും പിതാവ് മൗനം പാലിച്ചപ്പോൾ ഈശോ ചോദിച്ചു പോവുകയാണ്, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന്. മനുഷ്യജീവിതത്തിലെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒത്തിരിയേറെ ഏറി വരുമ്പോൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ, ഏകാന്തതയിൽ മനുഷ്യൻ അസ്വസ്ഥരാകാറുണ്ട്. കൂടെയുള്ള ആരും പ്രതികരിക്കാതെ മൗനം പാലിക്കുമ്പോൾ, പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് മൗനം ഉണ്ടാകുമ്പോൾ മനുഷ്യജീവിതം തകരുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റാത്തവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈശോ ചെയ്തതുപോലെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് എല്ലാം വിട്ടുകൊടുക്കുക, സമ്പൂർണ്ണ സമർപ്പണം പിതാവിൻ്റെ കരങ്ങളിൽ നടത്തുക. സ്നേഹപിതാവായ ദൈവമേ, ഏകാന്തതയും മൗനവും ഞങ്ങളെ അലട്ടുമ്പോൾ, വേട്ടയാടുമ്പോൾ നിരാശരാകാതെ അങ്ങിലെപ്പോഴും ആശ്രയിക്കുവാനും ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.